അസ്സലാമു അലൈക്കും. പ്രിയപ്പെട്ട കൂട്ടുകാരെ, നമുക്ക് മറ്റൊരു ആയത്ത് പഠിക്കാം. മാ അൻത ബിനിഅമതി റബ്ബിക ബിമജ്നൂൻ. ഇവിടെ ഒന്നാമത്തെ അക്ഷരം മാ, ചുവപ്പ് നിറത്തിൽ അലിഫ്, അതിന് മുകളിൽ മദ്ദിൻ്റെ അടയാളം. മാ. നീല നിറത്തിൽ ആ, മഞ്ഞ നിറത്തിൽ നൂന്, പച്ച നിറത്തിൽ ത. അൻത. ചുവപ്പ് നിറത്തിൽ ബി, നീല നിറത്തിൽ നീ, മഞ്ഞ നിറത്തിൽ ഐന്, ഐന് സുക്കൂന്, പച്ച നിറത്തിൽ മ, ചുവപ്പ് നിറത്തിൽ തീ. ബിനിഅമതി. അതിനുശേഷം നീല നിറത്തിൽ റോ, മഞ്ഞ നിറത്തിൽ ബി, പച്ച നിറത്തിൽ ക. റബ്ബിക. ചുവപ്പ് നിറത്തിൽ ബി, നീല നിറത്തിൽ മ, മഞ്ഞ നിറത്തിൽ ജ്, പച്ച നിറത്തിൽ നൂ, ചുവപ്പ് നിറത്തിൽ വാവ്, നീല നിറത്തിൽ നിൻ. ബിമജ്നൂനിൻ. ഇതിന് താഴെയുള്ള വരിയിലേക്ക് നോക്കൂ. എങ്ങനെയാണ് അതിനെ കൂട്ടി എഴുതുകയും വായിക്കുകയും ചെയ്യേണ്ടത്? മാ, അവിടെ മീമിനെ അതിന് ശേഷമുള്ള അലിഫിലേക്ക് ചേർത്ത് എഴുതി. മാ അൻത, അവിടെ നൂനിനെ അതിന് ശേഷമുള്ള തായിലേക്ക് ചേർത്ത് എഴുതി. വായിക്കേണ്ടത് അൻത. ബിനിഅമതി, അവിടെ ബായിനെ നൂനിലേക്ക് ചേർത്ത് എഴുതി, നൂനിനെ ഐനിലേക്ക് ചേർത്ത് എഴുതി, ഐനിനെ അതിന് ശേഷമുള്ള മീമിലേക്കും ആ മീമിനെ അതിന് ശേഷമുള്ള ഹാത്തായിലേക്കും ചേർത്ത് എഴുതി. വായിക്കേണ്ടത് ബിനിഅമതി. ബിനിഅമതി റബ്ബിക, അവിടെ ബായിനെ കാഫിലേക്ക് ചേർത്ത് എഴുതി. വായിക്കേണ്ടത് റബ്ബിക. ബിമജ്നൂൻ, അവിടെ ബായിനെ മീമിലേക്ക് ചേർത്ത് എഴുതി, മീമിനെ ജീമിലേക്ക് ചേർത്ത് എഴുതി, ജീമിന് ശേഷമുള്ള നൂനിലേക്ക് ചേർത്ത് എഴുതി, നൂനിനെ വാവിലേക്ക് ചേർത്ത് എഴുതി. വായിക്കേണ്ടത് ബിമജ്നൂനിൻ. ബിമജ്നൂനിൻ. ഇനി ഇതിനെങ്ങനെയാണ് കൂട്ടി ഓതേണ്ടത്? ശ്രദ്ധിച്ചോളൂ. മാ അൻത ബിനിഅമതി റബ്ബിക ബിമജ്നൂൻ. ഇനി മുസ്ഹഫുള്ളപ്പോൾ നോക്കി ഓതിക്കോളൂ. മാ അൻത ബിനിഅമതി റബ്ബിക ബിമജ്നൂൻ. ആവർത്തിച്ച് ഓതി പഠിക്കാം. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും.